2020 കാലഘട്ടം എല്ലാവർക്കും സുപരിചിതമാണ്. ആരും ഇതുവരെ മറന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ് 2020. ആ ഒരു 2020 കൊറോണ കാലഘട്ടമായിരുന്നു. എല്ലാവർക്കും കൊറോണ ബാധിച്ച ആ ഒരു സമയം. എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടായതും ഈ ഒരു 2020 കൊറോണ കാലഘട്ടത്തായിരുന്നു. പ്രത്യേകിച്ച് വേറൊന്നുമല്ല ഉണ്ടായത്, എല്ലാവരും യൂട്യൂബ് ചാനലിലേക്ക് തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞ ഒരു കുടുംബമാണ് നമ്മുടെ കുഞ്ഞാറ്റ വ്ളോഗ്സ്, അല്ലെങ്കിൽ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്ന കുഞ്ഞാറ്റയും ഇച്ചായനും ചേർന്നുള്ള ആ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ ഏവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം യൂട്യൂബ് ചാനൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർ നേരിട്ടിരുന്നു. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് വൈറലായി ഇവരുടെ ഓരോ വീഡിയോസും. കുഞ്ഞിൻ്റെ അബോർഷൻ ആയാലും അവരുടെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൽ പോലും അവരുടെ ലാപ്ടോപ്പ് മിസ്സാവുകയും അതിനോടനുബന്ധിച്ച് കുഞ്ഞാറ്റ ഒരുപാട് കരച്ചിലും ബഹളവുമായിട്ട് അതിനെ തുടർന്ന് ഒരുപാട് പേര് അതിനെ റോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഒത്തിരി തന്നെ കുഞ്ഞാറ്റയും ഇച്ചായനെയും വെച്ചിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസാണ് നമ്മുടെ ലൈവിലൂടെയും അല്ലാതെയൊക്കെ കണ്ടിരുന്നത്. ഇന്നിതാ പുതിയൊരു വാർത്തയുമായിട്ടാണ് കുഞ്ഞാറ്റ തൻ്റെ പോസ്റ്റിൽ ഇട്ടിരുന്നത്. അത് എന്താണ് നമുക്ക് നോക്കാം. 2020 കൊറോണ കാലഘട്ടത്ത് ഒത്തിരി പേര് ഫാമിലി വ്ളോഗുമായി എത്തിയെങ്കിലും അതിൽ ഒരുപാട് പേര് ഇന്നും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയവരുമുണ്ട്. പക്ഷേ കുഞ്ഞാറ്റയും ഇച്ചായനും അങ്ങനെയല്ല, എല്ലാവരുടെയും ശ്രദ്ധ നേടിയ ഒരു ഫാമിലി വ്ളോഗേഴ്സ് തന്നെയാണ്. ഒരുപാട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരുപാട് പൊരുതി മുന്നിലോട്ട് വന്ന ഒരു പെൺകുട്ടി കൂടിയാണ് നമ്മുടെ കുഞ്ഞാറ്റ. ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹവും സമ്പാദ്യം സ്വന്തമാക്കിയ വ്യക്തികളാണ് ഇവർ. മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് എല്ലാവരിലും അവരുടെ ഫാമിലി ലൈഫ് എല്ലാം പങ്കിട്ടിരുന്നത്. നവദമ്പതികളായാണ് യൂട്യൂബ് ചാനൽ എത്തിയത്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും താഴ്ചയും ഓരോ മലയാളികളും ഇവരുടെ വീഡിയോസിലൂടെ കണ്ടിരുന്നതാണ്. കുഞ്ഞിൻ്റെ ജനനവും വളർച്ചയും പിന്നീടുണ്ടായ കുഞ്ഞിൻ്റെ അബോർഷനും എല്ലാം തന്നെ ജനങ്ങൾ അറിഞ്ഞതുമാണ്. അവരുടെ ബിസിനസ്സും പഠനവും വിദേശയാത്രയും വിദേശത്തിലെ പഠനവും എല്ലാവരും അറിഞ്ഞു. ഇപ്പോൾ ഇതാ വളരെ സങ്കടകരമായ ദുഃഖകരമായ ഒരു വാർത്തയാണ് പ്രചരിച്ചിരിക്കുന്നത്. അത് കുഞ്ഞാറ്റ തന്നെ തൻ്റെ പോസ്റ്റിലൂടെ അറിയിച്ചതാണ്. ജിസ്ബിയും അമലും വേർപിരിഞ്ഞിരിക്കുന്നു. ഇത് മറ്റാരുമല്ല, കമ്മ്യൂണിറ്റി ടാബിലൂടെ കുഞ്ഞാറ്റ തന്നെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ടോക്സിക് എനർജിയും ടോക്സിക് ആളുകളെയും ഉപേക്ഷിക്കുകയാണ് ഞാൻ ഇന്ന് വിവാഹമോചിതയായത്. വിവാഹമോചനം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം. എന്നാലും സൈലൻ്റായി ജീവിക്കുന്നതിലും നല്ലതാണ് ഒരു ഡൈവോഴ്സ് എന്നത്. എനിക്ക് ജീവിക്കാനും വളരാനും ശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഈ ഒരു ഡൈവോഴ്സ് എന്നതാണ് കുഞ്ഞാറ്റ പറയുന്നത്. ഈ സമൂഹം എൻ്റെ ഈ തീരുമാനത്തെ ജഡ്ജ് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും സ്വയം ജീവൻ ഒടുക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ ഒരു ബെറ്റർ ഡിസിഷൻ, ഡൈവോഴ്സ് എന്നത്. ഞാൻ എൻ്റെ ജീവിതവും സമാധാനവും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ഒരു പോസ്റ്റാണ് നമ്മുടെ കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത്. സ്നേഹത്തോടും സന്തോഷത്തോടും മാത്രം വ്ളോഗുകളിലൂടെ ഇവരുടെ ആരാധകർ കണ്ടിട്ടുള്ള ഈ ദമ്പതികൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും അത് അന്വേഷിച്ച് പുറകെ കൂടിയിട്ടുമുണ്ട്. കമൻറ്റിലൂടെ ഒത്തിരി പേർ പറയുന്നു, എന്താ കുഞ്ഞാറ്റൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള ഒരുപാട് കമൻസുകളാണ് ഇപ്പോൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, പഠന ആവശ്യങ്ങൾക്കായി ഇപ്പോൾ കുഞ്ഞാറ്റ യൂറോപ്പിലാണ്. നാട്ടിലാണ് അമലുള്ളത്. ഇവർ തമ്മിലുള്ള ഒരു വ്ളോഗും തന്നെ അധികമായിട്ടൊന്നും വന്നിട്ടുമില്ല. ഇപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് വിവാഹമോചനത്തിന് കാരണം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്തായാലും രണ്ടുപേർക്കും സമാധാനവും സന്തോഷവും ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.